പുതിയങ്ങാടി കടലിൽ ഫൈബർ വള്ളം കത്തിയമർന്നു. ഇന്ന് പുലർച്ചെ 3:30യോടെയാണ് സംഭവം. പുതിയങ്ങാടി സ്വദേശികളായ റിയാസ്, ഷമീർ, ഷിഹാബ് എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള ദുൽഹജ്ജ് ലൈലാൻഡ് വള്ളമാണ് പൂർണ്ണമായും കത്തി കടലിൽ താഴ്ന്നത്. ഇന്നലെ രാത്രി 7:30യോടെ ജോലി കഴിഞ്ഞ് തിരിച്ചെത്തിയ വള്ളം കരയിൽ നിന്നും 200ഓളം മീറ്റർ അകലെ കടലിലായാണ് നങ്കൂരമിട്ടിരുന്നത്. 40ഓളം പേർ ജോലി ചെയ്തിരുന്ന ഈ വള്ളത്തിലെ തൊഴിലാളികൾ ഇന്ന് രാവിലെ ജോലിക്കായി പോകേണ്ടിയിരുന്നതാണ്. വള്ളം തീപിടിക്കുന്നത് പുലർച്ചെ 4:30യോടെ കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികളാണ് കണ്ടത്. എന്നാൽ ഫൈബറും നൈലോൺ വലയും ഡീസലും ചേർന്ന് കത്തുന്നതിനാൽ രക്ഷാപ്രവർത്തനം അസാധ്യമായിരുന്നു. വിവരമറിഞ്ഞ് അഗ്നിരക്ഷാസേന എത്തിയെങ്കിലും കരയിൽ നോക്കി നിൽക്കാനേ ആയുള്ളൂ. 25 ലക്ഷത്തോളം രൂപ വിലമതിക്കുന്ന വലയാണ് വള്ളത്തോടൊപ്പം കത്തി നശിച്ചത്. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. 50 ലക്ഷത്തിലേറെ രൂപയുടെ നഷ്ടമാണ് ഇതിലൂടെയുണ്ടായതെന്നാണ് കണക്കുകൂട്ടുന്നത്. ഇതിപ്പോൾ പുലർച്ചെ 4 മണിക്ക് എണീച്ചിട്ട് പണിക്ക് പോകാനുള്ള എല്ലാ ഒരുക്കത്തോടുകൂടി ആ ചെറിയ തോണിയിൽ ആൾക്കാരെല്ലാം കയറിയിട്ട് പണിക്ക് പോകാനുള്ള ഒരുക്കത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് ഈ വലിയ ലാൻഡിൻ്റെ ചെറിയൊരു തീ പോയി ഇങ്ങനെ കാണുന്നത്. അവിടെ അടുത്ത് നോക്കുമ്പോൾ അങ്ങനെ എത്താൻ പറ്റിയിട്ടില്ല. അവിടെ എത്തുമ്പോൾ ഏകദേശം നല്ല തീ പടർന്നത്, അങ്ങനെ അടുക്കാൻ പറ്റുന്നില്ല. അത് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഡിപ്പാർട്ട്മെന്റിനെ അറിയിച്ചിട്ടുണ്ട്. അവർ വരാ അതിന്റെ വേണ്ട എന്താ ചെയ്യാന്ന് പറയും. ഇതുവരെ ഫയർഫോഴ്സ് അവർക്ക് അടിക്കാനുള്ള അലോട്ടില്ല. അവർക്ക് ഇവിടെ കോസ്റ്റ് ഗാർഡ് കഴിച്ചിട്ട് എന്തോ നമ്മളിപ്പോൾ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചാൽ തന്നെ അവർ നിൽക്കൂല. കാരണം കോസ്റ്റ് ഗാർഡാണ് ഇതിൻ്റെ കടലിൽ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും അതിനെ നമ്മൾ അറിയിക്കേണ്ടത് കോസ്റ്റ് ഗാർഡിനും അത് ഫിഷറീസിനെയാണ്. ഈ 2 ഡിപ്പാർട്ട്മെന്റിനെ ഞാൻ അറിയിച്ചിട്ടുണ്ട്. വേണ്ടതെല്ലാം ഞാൻ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ അവർക്ക് അങ്ങനെ പെട്ടെന്ന് എത്താനും പറ്റൂല. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം ചുരുക്കി പറഞ്ഞാൽ ഏകദേശം അത് കംപ്ലീറ്റ് കഴിഞ്ഞു എന്ന് തന്നെ പറയാം. ഓക്കെ. Iya, Allah betul lah tu, mau kita kias macam tu.